ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പാലക്കാട് നഗരസഭയിൽ 30-ലധികം സീറ്റ് നേടി BJP അധികാരത്തിൽ വരുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പോലീസിന്റെ കയ്യെത്തും ദൂരത്ത് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിട്ടും പിടികൂടാൻ കഴിയാത്തത് പിടിപ്പുകേടാണ്. രാഹുലിനെ പുറത്താക്കിയ നേതാക്കൾ തന്നെയാണ് ബൊക്കെ നൽകി സ്വീകരിച്ചതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. പാലക്കാട് നഗരസഭയിൽ BJPക്ക് തുടർ ഭരണം കിട്ടുമെന്നതിൽ സംശയമില്ല. മിക്ക പഞ്ചായത്തുകളിലും ഭരണത്തിന്റെ കടിഞ്ഞാൻ BJP ഏറ്റെടുക്കും. രാഹുൽ വിഷയത്തിൽ തുടക്കം തന്നെയുള്ള നിലപാടാണ് BJPക്ക് ഇപ്പോഴുമുള്ളത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും. ഒട്ടനവധി കേസുകൾ കേരള പോലീസ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ട്. ഇതുകൊണ്ടാണ് കയ്യെത്തും ദൂരത്ത് രാഹുൽ ഉണ്ടായിട്ടും പോലീസിനെ പിടികൂടാൻ കഴിയാതിരുന്നതെന്നും പ്രശാന്ത് ശിവൻ പ്രതികരിച്ചു. അവിടെ അതിനകത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ആദ്യം രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് നിരവധിയായ കോൺഗ്രസുകാരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചുകൊണ്ട് പല പല പരിപാടികളിൽ പാലക്കാട് പങ്കെടുപ്പിച്ചത്. അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ട നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർമാരുടെ വാർഡുകളിൽ അദ്ദേഹം പങ്കെടുത്തു. അങ്ങനെ നിരവധിയായ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു കോൺഗ്രസുകാരനായി കോൺഗ്രസിന്റെ നേതാവിനെ പോലെ തന്നെ പ്രവർത്തിച്ചു. അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഇവിടെ പാലക്കാട് എത്തിയ സമയത്ത് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചതാരാണ്? കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയാണ്. ഈ ഷാഫിയെയും രാഹുലിനെയൊന്നും ഒഴിവാക്കി പോവാനായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് സാധിക്കില്ല എന്നത് ഒരിക്കൽ കൂടെ ബോധ്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവര് ഇന്നാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു, അതേ സമയത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരൊക്കെ തന്നെ രാഹുലിനെ സ്വീകരിക്കുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ തുടക്കം മുതൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.